ഹലോ. ഇന്ന് രാവിലെ ഞാൻ കഞ്ഞിക്ക് രാവിലത്തെ ആഹാരം ഇഡ്ഡലി ആയിരുന്നു കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് പച്ചരി, റേഷൻ്റെ നമുക്ക് മേടിക്കാൻ വെള്ള അരിയിൽ അത് ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതിൽ നിന്ന് ഞാൻ 3/4 ഗ്ലാസ് അരി ഇട്ട്, അത് കനം കുറഞ്ഞ അരിയാണ്. അപ്പോൾ പച്ചരി കൂടി ഇട്ടായിരിക്കുമ്പോൾ നമുക്ക് നല്ല ഇഡ്ഡലി മാവ് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ 1 ഗ്ലാസ് ഉഴുന്നും 4 മണി ഉലുവയും കുറച്ച് വെള്ളത്തിലും കൂട്ടിയിട്ട് അരച്ച് തലേദിവസം വെച്ച് 8 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം രാവിലെ തന്നെ ഞാനത് കോരി വിത്തി. അപ്പം നമ്മൾ ഇഡ്ഡലി തമ്മിൽ ഇത് കോരി വിത്തുമുണ്ടല്ലോ, തട്ട് വെച്ച് കഴിഞ്ഞിട്ട് തട്ടിൻ്റെ മുകളിലേക്ക് അടിയിൽ നിന്ന് ആവി വന്നതിന് ശേഷം നമ്മളത് കോരി വിത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നന്നായി പൊന്തി വരും. തട്ട് ചൂടായി വെള്ളത്തിൻ്റെ ആവി മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടേ നമ്മൾ ഇഡ്ഡലി മാവ് കോരി വിത്താൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഇതൊന്ന് പൊന്തി വരും, നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. ഈ കൂട്ട് നിങ്ങൾ ഉണ്ടാക്കി പിന്നെ നമ്മൾ മാവ് ഉണ്ടാക്കി കഴിയും മുമ്പ് നമ്മളത് അരയ്ക്കുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ മാവ് ചൂടാവാതെ അരച്ചെടുക്കാനും സാധിക്കും. അപ്പം എൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കി അതിനോട് കൂടി ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കടുകൊക്കെ താളിച്ചിട്ട് ചട്നി, ഇഡ്ഡലി, ചായയും കൂടി ഇന്ന് രാവിലെ ഞങ്ങളുടെ ഭക്ഷണം കേട്ടോ. ഞാനും ലിജോനും മാത്രം കഴിക്കണുള്ളൂ. ജോസേട്ടന് ഇഡ്ഡലി അങ്ങനെ കഴിക്കുന്നില്ല. ആൾക്ക് കഞ്ഞി തന്നെയാ പ്രാധാന്യം, കഞ്ഞി ചോറ് അങ്ങനെ ഒരാളാണ് ജോസേട്ടൻ. അപ്പോൾ നമുക്ക് രാവിലെ ഇഡ്ഡലിയും ചായയും കഴിച്ചാലോ, എല്ലാവരും വായോട്ടാ. ഇതാണ് രാവിലത്തെ എൻ്റെ ഫുഡ്. ഓക്കേ, എല്ലാവരും എൻ്റെ വീഡിയോ കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഹെൽപ്പ് എനിക്കുണ്ടാവും. ഓക്കെ, ബൈ.